നിറഞ്ഞ കൈയടികളോടുകൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ബഹുമാനനായിട്ടുള്ള ജോസഫ് അനുകുട്ടീസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺവെക്കേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ എത്തി കഴിഞ്ഞിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുന്നത് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ചെറിയ ആളുകൾ തുടങ്ങി മുതിർന്നവർ വരെയുണ്ട്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം ഒരു സെൻറ്റൻസാണ്, പർപ്പസ് ഓവർ പ്രോഫിറ്റ് എന്നുള്ളൊരു മോട്ടോയിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ലാഭത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഒരു പർപ്പസിൻ്റെ പിന്നാലെ പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്ലൈസ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. എനിക്കൊണ്ട് ഈ വർഷം പുതിയ ചില കോഴ്സുകൾ ഒരു ലോഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇടയ്ക്ക് പഠനം മുറിഞ്ഞു പോയവർക്ക്, എല്ലാം ഒന്നുകൂടി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കോഴിക്കോട് ഇത്രയും മനോഹരമായൊരു പ്ലാറ്റ്ഫോം അവർ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ കടന്നു വന്ന് പഠിച്ച് ഇനി നിങ്ങൾ ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു വലിയ കൈയടി അർഹിക്കുന്നുണ്ട്. ഇതിനകത്ത് മക്കളുള്ളവരുണ്ട്, വളരെ മുതിർന്ന ആളുകളുണ്ട്. എഡ്യൂക്കേഷൻ എപ്പോഴും വലിയൊരു സ്ട്രെങ്താണ്, വലിയ സ്ട്രെങ്താണ്. എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ലൈഫ് ഇൻസ്പയറിംഗ് ആണ്. ഒന്ന് കണ്ണടച്ചിട്ട് ജോസഫെ ഇപ്പം നിന്നെ വിളിക്കും മുകളിലോട്ട്, എന്തോർത്താൻ നിനക്ക് അഭിമാനം എന്ന് ചോദിച്ചാൽ ഒന്ന് ഞാനും അപ്പനുമായി ബന്ധപ്പെട്ടാണ്. ഞാനൊരു പുസ്തകമൊക്കെ എഴുതി 2016 സെൽഫ് പബ്ലിഷ്ഡാണ്. ഞാൻ ഈ ബുക്ക് ആദ്യമായിട്ടൊരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നത് മമ്മൂട്ടിക്കാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ പുസ്തകമാണ്. ആ എന്തത്? ഓട്ടോബയോഗ്രഫിയാണ്. ആത്മഹത്യ എഴുതാൻ നീ ആരാ? ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ബറീഡ് തോട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ മറവിയിൽ കുഴിച്ചു മൂടിയത് ബുക്കിൽ ഇങ്ങനെ. ഇവിടെ ബറീഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുഴിച്ചു മൂടിയതെന്നാണ്. നമ്മൾ കുഴിച്ചു മൂടുന്നത് വിത്തുകളാണ്. കുഴിച്ചു മൂടുന്ന വിത്തുകൾ ഒരിക്കൽ വലിയ മരമായി വളരും. താൻ ഈ പുസ്തകത്തിൽ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത് തൻ്റെ ചിന്തകളായ വിത്തുകളാണ്. വായിക്കുന്ന ആളുടെ മനസ്സിൽ അതൊരു മരമായി വിടരട്ടെ. ഞാൻ ഞെട്ടി. അത് ബെസ്റ്റ്സെല്ലറായി. അതിന് ലോഞ്ച് ഷാർജയിൽ വെച്ച് നടക്കുന്നത്, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അവിടെ ബുക്ക് സ്വീകരിക്കാമെന്ന് ഏറ്റതൊരു സിനിമാ നടനായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അന്ന് എന്തോ പുള്ളി വന്നില്ല. അപ്പൊ നമുക്ക് ഈ ബുക്ക് കൊടുക്കാം, അവരുടെ അപ്പനത് കൊടുക്കാം. അങ്ങനെ അനൗൺസ് ചെയ്തു. ബുക്ക് നമ്മൾ ജോസഫിന്റെ അപ്പച്ചന് കൊടുത്താണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൻ ഞെട്ടി, അപ്പന് ബുക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പം നോക്കുമ്പോൾ എൻ്റെ ഒപ്പം ഒരു കുറച്ച് പേരൊക്കെ സെൽഫി എടുക്കുന്നുണ്ട്. വണ്ടിയിൽ പോന്നു, ചേട്ടൻ വണ്ടി ഓടിക്കുന്നു, ഞാനിപ്പുറത്ത്. അപ്പൻ ഇങ്ങനെ വെറുതെ പറയാൻ പെട്ടെന്ന്, ഓ പ്രൗഡസ്റ്റ് മൊമെന്റ് ആസ് എ ഫാദർ. എന്താണ് ഒരപ്പൻ എന്ന നില എൻ്റെ പ്രൗഡസ്റ്റ് മൊമെന്റ് ആയിരുന്നു. താങ്ക് യു സർ. നിങ്ങൾ ചോദിക്കട്ടെ, ജോസഫേ നീ മരിക്കാൻ പോവാണ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മൊമെന്റ്? അപ്പൻ എന്നോട് പുറകിലെ സീറ്റിൽ ഇരുന്ന് പറയാണ്, മോനെ ഒരപ്പൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം. നിങ്ങൾ ഇന്ന് ഈ കോട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാൻ ഒരാളെങ്കിലും വീട്ടിലുണ്ടായാൽ നല്ലത്. നമ്മളൊക്കെ എന്തൊക്കെ പഠിച്ചാലും നമ്മളെ ഓർത്ത് അഭിമാനിക്കാൻ ആരെങ്കിലൊക്കെ ഈ ഭൂമിയിലുണ്ടാവണം, ആരെങ്കിലുമൊക്കെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു.